വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ശാലിനി ആണെങ്കിൽ പിന്നെ വേഷമൊക്കെ മാറി വന്നതിന് ശേഷം ഈ കുട്ടികളിങ്ങനെ കട്ടിലിൽ ഉറങ്ങാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവരെന്തൊക്കെയോ കാര്യമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ശാലിനി വീണ്ടും കുട്ടികളെ വഴക്ക് പറയുന്നു എന്ന് തോന്നുന്നു. അന്നേരം പപ്പി ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് കട്ടിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയുന്നുണ്ട്, ഈ അമ്മ എനിക്ക് വേണ്ട, ഈ അമ്മ ചീത്തയാണ്, എൻ്റെ അമ്മ ഇങ്ങനെ അല്ല എന്നൊക്കെ ഇങ്ങനെ ശാലിനിയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അന്നേരം അത് കേൾക്കുമ്പോൾ ശാലിനിക്ക് ഇങ്ങനെ ആകെപ്പാട് വിഷമമൊക്കെ വന്ന് കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ പപ്പിയെ തന്നെ നോക്കിയിരിക്കുകയാണ്. പപ്പി ആകെ സങ്കടത്തിൽ ദേഷ്യപ്പെട്ട് ശാലിനി അങ്ങോട്ട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സത്യം ഇതൊക്കെ നോക്കിയിരിക്കുന്നേ ഉള്ളൂ. അതിനുശേഷമാണെങ്കിൽ അവിടെ ശിവനാണെങ്കിൽ തിരിച്ച് ഡെയ്സിയും കൊണ്ട് വീട്ടിൽ വരുന്നുണ്ട്. യോഹന്നാൻ്റെ വീട്ടിൽ മുറ്റത്ത് നിൽക്കുന്നതാണ് കാണിക്കുന്നത് രാത്രി തന്നെ. അന്നേരം എലിസമ്മയും യോഹന്നാനും ഒക്കെ വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ഡെയ്സി വീണ്ടും ശിവനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീയല്ലേ, അവർക്കും ഒരു തുണ വേണ്ടേ എന്നിങ്ങനെ ഡെയ്സി പറയുമ്പോൾ ശിവനാകപ്പാട് ദേഷ്യം വരുന്നുണ്ട്. വൃത്തികേട് പറയുന്നോടി എന്നും പറഞ്ഞ് ഡെയ്സിയുടെ കർണം നോക്കി ശിവൻ ഒന്ന് പൊട്ടിക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ യോഹന്നാന് ദേഷ്യം വരുന്നുണ്ട്. എൽസമ്മ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ കയറി വന്ന് എൻ്റെ മോളുടെ ദേഹത്ത് കൈവയ്ക്കുന്നോടാന്നും പറഞ്ഞ് യോഹന്നാനാണെങ്കിൽ ശിവനെ ഇങ്ങനെ അടിക്കാനായിട്ട് കൈ ഇങ്ങനെ ഓങ്ങുമ്പോൾ ശിവൻ അങ്ങ് ബേക്കിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ യോഹന്നാൻ അങ്ങോട്ട് മറിഞ്ഞ് അവിടെ ആ തറയിൽ മുറ്റത്ത് ആ ഇൻ്റർലോക്കിൽ അങ്ങോട്ട് കൈ കുത്തി വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യോഹന്നാൻ്റെ കൈക്ക് എന്തോ സാരമായ അവിടെ സംഭവിക്കും. അതും അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. അടി കൊള്ളാതിരിക്കാനായിട്ട് ശിവൻ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ താൻ കുഴിച്ച കുഴി താൻ തന്നെ എന്ന് പറയുന്ന പോലെ യോഹന്നാൻ തന്നെ വീണ് കൈക്ക് അവിടെ പരിക്ക് പറ്റുകയാണ് ചെയ്യുന്നത്. ആ സീൻ അത്രയാണ് കാണിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് വിഷ്ണുവിനെയാണ് കാണിക്കുന്നത്. വിഷ്ണു ഇങ്ങനെ ഓടുകയാണ്. ആരൊക്കെയോ വിഷ്ണുവിനെ ഇട്ട് ഇങ്ങനെ ഓടിക്കുകയാണ്. അപ്പോൾ ഒരു ജീവൻ രക്ഷാർത്ഥം എന്ന പോലെ വിഷ്ണു ഇങ്ങനെ ഓടുന്നുണ്ട്. തിരിഞ്ഞ് നോക്കുകയാണ്, പുറകെ ആരെങ്കിലും തന്നെ ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ എന്നും പറഞ്ഞിങ്ങനെ വിഷ്ണു ഇങ്ങനെ ഓടുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ശാലിനി ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ രാത്രി എന്തോ കാണുന്നൊരു സ്വപ്നം മാത്രമാണ്. ശാലിനി ഇങ്ങനെ ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി ഉണർന്ന് ഇരിക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. ആകെ ഒരു വെപ്രാളത്തിൽ ജീവൻ രക്ഷാർത്ഥം എന്ന പോലെ തൻ്റെ വിഷ്ണുവേട്ടൻ ഇങ്ങനെ ഓടുന്നതും ആരും രക്ഷിക്കാനില്ല പിന്നെ എന്ന പോലെ ഒരു അപകടം പറ്റിയതായിട്ടും ഒക്കെ ഇങ്ങനെ ശാലിനി ആ ഒരു സ്വപ്നം കാണുന്നത് മാത്രമാണ്. അപ്പോൾ അതിനി എന്താകും എന്നുള്ളത് അതായത് വിഷ്ണുവിനെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും സൂചനയുണ്ടോ എന്നുള്ളതൊക്കെയാണ് അടുത്ത അന്വേഷണത്തിൽ. അത് എപ്പിസോഡ് വന്നാലേ നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു റസാഖ് പറഞ്ഞതുപോലെ ആ ഒരു ദൈവത്തിൻ്റെ കയ്യൊപ്പം എവിടെയെങ്കിലും കാണും വിഷ്ണുവിനെ കണ്ടെത്താനായിട്ട്. അത് കണ്ടെത്തുക തന്നെ ചെയ്യും. നമുക്കിതൊക്കെ വഴിയെ കാണാം. ഓക്കെ, താങ്ക് യു.